സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. സോ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ലടാ, ഡിവിഷൻ റാങ്ക് പുഷ് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. നമ്മൾ ഏകദേശം ഇപ്പോൾ ഡിവിഷൻ 3-ലെത്തിയിട്ടുണ്ട്. ഡിവിഷൻ 3 രണ്ട് കളി അടുപ്പിച്ച് ജയിച്ചാൽ രണ്ട് കളി അടുപ്പിച്ച് വിട്ടു. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അവസ്ഥ. നമുക്ക് എന്തായാലും മാച്ച് ഹിസ്റ്ററി നോക്കി വെക്കാം. 5 ലോസാണ് ഗൈസ്, 3 വിന്ന്. അതിൽ 2 ലോസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ വൈഫൈ കണക്ഷൻ്റെ പ്രശ്നമായിരുന്നടാ, അത് നമുക്ക് സെറ്റാക്കാം. അതിൽ നമുക്ക് എല്ലാവന്മാരും ഇപ്പോൾ ഡിവിഷൻ 3 നടക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ 13.3% കിടക്കുന്നത്. നമുക്കെന്തായാലും ഒന്ന് ഡിവിഷൻ 2 ഒരു 1300 എത്താൻ നോക്കണം. എന്തായാലും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ 2-3 മാച്ചും കളിച്ച് നോക്കാം. എന്തായാലും ലെവൽ നമുക്ക് നോക്കി നോക്കടാ. സോ നമുക്കെന്നാൽ ഡിവിഷൻ പുഷ് തുടങ്ങാം ഗൈസ്. സോ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരൊക്കെയാണ് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഗൈസ്, നമ്മളൊരു പുതിയ ചാനലാണ്, അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങളുടെ എന്തായാലും സപ്പോർട്ട് നമുക്ക് എന്തായാലും ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓരോ വീഡിയോ ഒക്കെ ഇടുന്നുണ്ടോ, ഷോർട്സൊക്കെ ഇങ്ങനെ നമ്മുടെ ഈ ഫുട്ബോൾ സബ്സ്ക്രൈബേഴ്സിന്, നമ്മൾ ഓരോ സബ്സ്ക്രൈബേഴ്സിന് നമ്മളിങ്ങനെ ഫുട്ബോളിൻ്റെ നമ്മൾ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. ഫോർമേഷൻ അതിന് നമ്മൾ പറ്റുന്ന രീതിക്ക് നമ്മുടെ ഇതൊക്കെ കൊടുക്കുന്നൊക്കെ ഉണ്ട്. സോ എല്ലാവരും മാക്സിമം നമ്മുടെ ഷോർട്സൊക്കെ കയറി കാണുക. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റൊക്കെ ചെയ്യുക. നമുക്ക് നിങ്ങളുടെ ഓരോരോ വീഡിയോ ചെയ്യാവുന്നതായിരിക്കും. സോ മാക്സിമം എന്തായാലും കയറി കാണുക എല്ലാവരും നമ്മുടെ ഷോർട്സൊക്കെ. അതുപോലെ നമ്മുടെ ഫസ്റ്റ് ടൈം ചാനൽ കാണുന്നവരൊക്കെ എന്തായാലും ലൈക്ക് അടിക്കുക. ഓക്കെ, അതുപോലെ സബ്സ്ക്രൈബും ചെയ്യുക. സോ എന്തായാലും നമുക്ക് സ്മൈക്കിൾ വരട്ടെ ഗൈസ്. സ്മൈക്കിൾ ഫോമാണ്, വേറെ ആരെയും മാറ്റേണ്ട. സോ എന്തായാലും മറ്റേ സൈഡിൽ മറ്റേ ഒബാമിയും കൊണ്ടുവരാ, പഴയ ഒബാമിയെ. സോ നമ്മുടെ ബെല്ലിങ്ങാമൊക്കെ ഉണ്ട്, പിന്നെ സുവാരസ് ഉണ്ട്. അത്യാവശ്യം സീൻ തന്നെയാണ്. നമുക്കെന്തായാലും കളിപ്പിച്ച് നോക്കാം ഗൈസ്. ഹാളൻഡ് ജെറാഡൊക്കെ കിടക്കുന്നൊക്കെ ഉണ്ട് എന്തായാലും സബിലൊക്കെ. കഴിഞ്ഞ മാച്ച് ജയിക്കേണ്ടായിരുന്നു, പക്ഷേ ലാസ്റ്റ് ഒരു ചാൻസ് കിട്ടിയത്, പക്ഷേ കറക്റ്റ് അടിക്കാൻ പറ്റിയില്ല. എന്തായാലും പോട്ടെ, നമുക്കെന്തായാലും ഈ മാച്ച് മാക്സിമം പിടിക്കണം ഗൈസ്. നമ്മുടെ എന്തായാലും മാച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കെന്തായാലും ഓപ്പോണൻ്റൊക്കെ വന്നിട്ടുണ്ട്. നമുക്കെന്തായാലും മാച്ച് തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് നമ്മുടെ ടച്ചാണ്. എന്തായാലും ഇസാക്ക് ടു നേരെ എഡ്മിൽസൺ ടു നേരെ വാൻഡേക്ക് ടു കുണ്ടേ ടു നേരെ നമ്മൾ ഒബാമി നേരെ ഹെഡ് ചെയ്തെടുക്കട. എന്താ ബാക്ക് പാസ് ആണല്ലോ കളിച്ചത്. നേരെ വിക്ടർ ബി കൊടുത്തിട്ടുണ്ട് പന്ത്. ഇതെന്ത് സംഭവം, നേരെ ത്രോയിനൊക്കെ അല്ല കോർണറാക്കി തന്നിട്ടുണ്ടല്ലോ. സോ മച്ചാൻ പോസ് ചെയ്തിരിക്കണം, നമുക്ക് നോക്കാം. ഇല്ല, വന്നിട്ടുണ്ടാ. സോ മച്ചാൻ ബാക്ക്, നമുക്ക് എന്തെങ്കിലും 6 യാർഡ് കൊടുക്കാം. നേരെ നമ്മുടെ ഒബാമിയാങ്ങിൻ്റെ തലക്കെട്ട് വെച്ച് കൊടുക്കാം. ക്രൈഫ് ഒബാമി. സുവാരസ് സീൻ അടിയായിരുന്നു കേട്ടോ. ആരടിച്ച സ്നൈഡറോ അത് ബെല്ലിങ്ങാമോ? ഒരു സീൻ അടിയെന്ന് തന്നെ പറയാം കേട്ടോ. അതിൽ മച്ചാൻ പിന്നെയും പോസ് ചെയ്തിട്ടുണ്ട്. എന്താണ് സംഭവം അറിയത്തില്ല, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, സോ ഓപ്പോണൻ്റ് വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് എന്തായാലും നേരെ കൊടുത്ത് വെക്കാം. നേരെ സ്മൈക്കിൾ ടു നേരെ ഒബാമി. ചൗമിനിയാണ് നിൽക്കുന്നത്, അപ്പോൾ കുറച്ച് സീനാവും പന്ത് കിട്ടാനൊക്കെ. വാൻഡേക്ക് നല്ല രീതിക്ക് എടുത്തിട്ടുണ്ടോ. ഇസാക്ക് ഇടൂ. കറക്റ്റ് രീതിക്ക് ഫ്രണ്ടിൽ ഗോൾ കയറിയെന്ന്. എടാ, ചൗമിനിയുടെ കറക്റ്റ് പുഷ് തന്നിടവന്മാർ. ഷോൾഡർ പുഷ് കറക്റ്റ് രീതിക്ക് അവൻ പിടിച്ചു. ചൗമിനെ പിന്നെ പിടിക്കാൻ സീനടാ. ചൗമിനി വാൻഡേക്ക് ഇവന്മാരൊക്കെ പറഞ്ഞ അത്യാവശ്യം നല്ല സൈസുള്ളവർക്ക് കിട്ടാൻ കുറച്ച് പണിയാണ് ഗൈസ്. സോ എന്തായാലും നമ്മുടെ കോസ്റ്റക്കട്ടൊക്കെയാണ് വെച്ചത്. സംഭവം നമ്മൾ ഉദ്ദേശിച്ചത് കോസ്റ്റക്കട്ടൊക്കെ നല്ലായിരുന്നു. ബില്ലിങ്ങാമിനാണ് ഉദ്ദേശിച്ചത്, പക്ഷെ പോയത്
യെസ്, എന്തായാലും ഒന്ന് അടിച്ചിട്ടുണ്ട് നമ്മുടെ ഒബാമി. ലാസ്റ്റ് മിനിറ്റ് 45ാമത്തെ ഫസ്റ്റ് ഹാഫിൽ ലാസ്റ്റ് സെക്കൻഡിലൊന്ന് അടിച്ചിട്ടുണ്ടോ. ഇനി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം, അതാണ് അടുത്ത പണി. അടിക്കാൻ വലിയ ചെയ്യുന്നില്ല, ഇത് മെയിൻറ്റെയിൻ ചെയ്യാനാണ് നമുക്ക് മെനക്കേട്. അതിലും 1-0 ആണ് ഗൈസ്. നമുക്ക് എന്തായാലും സെക്കൻഡ് ഹാഫ് കൂടെ ഒന്ന് പോയി നോക്കാം. സോ നമ്മൾ ഓപ്പോണ്ട് കണ്ടിട്ട് തൂക്കിയേറാൻ തോന്നുന്നു ഗൈസ്. യെസ്, മച്ചാൻ തൂക്കിയേറ് തന്നെയാണ്, ഒന്നുമില്ലടാ. സോ എന്തായാലും നമ്മുടെ സ്മൈക്കിൾ ടു ക്രൈഫ്. എന്തായാലും നമ്മുടെ സ്മൈക്കിൾ ടു നേരെ എന്താണ് ലാഗ് അടിക്കുന്നുണ്ടല്ലോടാ. സോ ജൂഡ് ബെല്ലിംഗാം. ഒബാമി ഈഷ് എടുത്തില്ലടാ, ഒബാമി എടുത്തില്ലടാ. അത് ഇസാക്ക് ഈഷ് കറക്റ്റ് ഇസാക്കിന് തലക്കെട്ട് വെച്ച് കൊടുക്കാൻ ഉദ്ദേശിച്ചത് നടന്നില്ല. എന്തായാലും സെക്കൻഡ് ഹാഫിൽ ആളെ ഒന്ന് മാറ്റാം. നമ്മുടെ നല്ല ശിവശങ്കോ വരട്ടെ, നമ്മുടെ ടോറസും വരട്ടെ, പിന്നെ നമ്മുടെ സ്കോൾസ്. ഓക്കെ, സെറ്റ്. സോ എന്തായാലും നമ്മൾ ആങ്കറിങ് ആയിട്ട് നമുക്ക് ഇവനെ കൊടുക്കണം. ആരാണ് നമ്മൾ ഡെൽപിയറോനെ കൊടുക്കട്ടെ. അല്ല, നമുക്കൊന്ന് മാക്സിമം ഡിഫെൻഡ് ചെയ്ത് പിടിക്കണോ. ലീഡ് കളയാൻ പറ്റില്ല. ലാസ്റ്റ് നിമിഷക്കാരുടെ എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നത്. ലാസ്റ്റ് നിമിഷം ഒന്ന് ഗോളാവുന്നതാണ്, അപ്പോഴൊക്കെയാണ് കയ്യിൽ നിന്ന് പോകുന്നത്. ഇപ്പോൾ ഞാൻ എത്ര ഡിഫെൻസ് 2 നീല കട്ടെടുത്തിട്ട് ഒരു കാര്യമൊന്നുമില്ലടാ. ഡിഫെൻസ് അല്ല 5 CB ഇറക്കിയിട്ട് ഒരു കാര്യമില്ല. പൊട്ടാനുള്ളതാണ് പൊട്ടുടാ. മാനേജറിന് എന്തായാലും മാറ്റണം. എന്തായാലും അടുത്ത് 2 കോയിൻ 2000 കോയിൻ ആവും. പക്ഷേ ഞാനത് ആരും എടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് അണ്ണനെടുത്താൽ കൊള്ളാവുന്നൊക്കെ ഉണ്ട്. നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു നല്ല CFനെ കിട്ടുന്നൊക്കെ ഉണ്ടല്ലോ. ഒരു ബ്രിഡ്സ് അടിച്ചത് നേരെ കൊണ്ടുപോയി. ഗോളായടാ. ഇല്ല, ഞാൻ വലിയ ലാസ്റ്റ് നിമിഷം കട എൻ്റെ ഇതിൽ ഗോൾ വരുന്നത്. അതൊക്കെയാണ് എനിക്ക് ഏറ്റവും സങ്കടം. ഒരു ലീഡൊക്കെ ഉണ്ടാക്കിയിട്ട് അതാണ് മാക്സിമം ഒരു 2 ഗോൾ 3 ഗോൾ അടിക്കാൻ നോക്കുന്നത്. ചിലർ ഒരു ഗോൾ ചെയ്യുമ്പോൾ തന്നെ ലീഡ് പിടിച്ചാൽ പിന്നെ മാക്സിമം ഡിഫൻഡിട്ട് കളിക്ക്, ആ ലീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുന്നൊക്കെ പറയും. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് പോകുന്ന എനിക്ക് നല്ല ഉറപ്പാടാ. അതാണ് മാക്സിമം നല്ല രീതിക്ക് നോക്കുന്നത്. നോക്കാം. നമ്മുടെ ഒബാമയാണ് മാൻ ഓഫ് ദി മാച്ച്. ഹെഡ്മിൽസ് നല്ല രീതിക്ക് കളിച്ചു, ക്രൈഫ് കളിച്ചു. പിന്നെ സീനായിരുന്നു. ഒപ്പോണൻ്റെയിലായിരുന്നു നോക്കട്ടെ. ചൗമിനി നല്ല രീതിക്ക് കളിച്ചു. പിന്നെ നമ്മുടെ ഗബ്രിയിൽ കളിച്ചു, കിമ്മിച്ച്, എല്ലാവരും സീനായിരുന്നു കേട്ടോ. എന്തായാലും നമ്മൾ ജയിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 1290 ആയടാ. നമുക്ക് എന്തായാലും ഒരു മാച്ചിൽ പോയി നോക്കാം ഗൈസ്. നമുക്ക് എന്തായാലും ജേഴ്സി ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. ജേഴ്സിയൊക്കെ കറക്റ്റാണ്. ഫോം ഒന്ന് നോക്കി വെക്കാം. സോ എന്തായാലും നമുക്ക് വേണ്ട ന്യൂ ഇയർ തന്നെ ഇരിക്കട്ടെ. ടോറസ് ഫോമൊക്കെയാണ്, പക്ഷെ നമുക്ക് സെക്കൻഡ് ഹാഫിൽ ഇറക്കാം ടോറസിനെ. എന്തായാലും നമുക്ക് സ്ലാറ്റനൊക്കെ കിടക്കുന്നുണ്ട്, അപ്പോൾ കുറച്ച് സീനാവും. പിന്നെ 4-2-2 ആണ് കിടക്കുന്നത്. സാഡും മെസ്സിയൊക്കെ ഉണ്ട് ഗൈസ്. കാണിൻ്റെ പഴയ കാർഡൊക്കെയാണ് കിടക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. സ്മൈക്കിൾ കിടക്കുന്നുണ്ട്, 105 റേറ്റഡ് സ്മൈക്കിൾ. എന്തായാലും നമുക്ക് മാക്സിമം ഇതിനോട് എടുക്കണം. നമുക്കൊരു 1300 എത്തണം. ഇതാണ് നമ്മൾ ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. എന്തായാലും മാക്സിമം ഇപ്രാവശ്യം ഡിവിഷൻ 1 അടിക്കാൻ നോക്കണോടാ. എന്നിട്ട് എല്ലാ പ്രാവശ്യം ഡിവിഷൻ 3, ഡിവിഷൻ 4, ഡിവിഷൻ 2 വരെ ഹൈയസ്റ്റ് എത്തിയിട്ടുണ്ട്. അതിന് മേലേക്ക് പോകാൻ പണിയാണ് എനിക്ക്. എന്തായാലും നമുക്ക് നോക്കടാ. നമ്മുടെ എഡ്ഗർ ടു ഇസാക്ക് ടു നേരെ നമ്മുടെ ക്രൈഫ് ടു നേരെ നമ്മുടെ ജൂഡ് വില്ലിങ്ങിനാമ് കൊടുത്താണ്. പക്ഷെ നേരെ പന്ത് മാറിപ്പോയടാ. ജസ്റ്റ് ഒരു മിസ് പാസ് ഫ്രം നമ്മുടെ ജൂഡ്.
എന്തായാലും നമ്മുടെ ഡിലൈറ്റ് എടുത്തിട്ടുണ്ട്. ഡിലൈറ്റ് നേരെ നമ്മുടെ ഇസാക്ക്. കുറച്ച് വൈഡായി പോടാ ഇസാക്ക് മച്ചാ. ആദ്യ ഹൈറ്റൊക്കെ കാരണം എന്തായാലും വാൻഡേക്ക് പിടിച്ചിട്ടുണ്ട് ഗൈസ്. ഈസാക്ക് അടുക്കള ക്രൈഫ്. യെസ്, ക്രൈഫ് അടിച്ചിട്ടുണ്ട്. ഓ നമ്മുടെ ഈസാക്ക് യെസ്, ക്രൈഫ് പിന്നെ അടിച്ചിട്ടുണ്ട് ഗൈസ്. ക്രൈഫ് ഓൺ സീനെന്ന് തന്നെ പറയാം കേട്ടോ. SSL ക്രൈഫിൻ്റെ ഒരു പെർഫോമൻസ് മാരക ലെവൽ പെർഫോമൻസ് തന്നെ. ഡീപ്പ് പ്ലേയും കൂടെ ആകുമ്പോഴത്തേക്ക് കറക്റ്റ് സാധനം ട്രിഗറും ആവുന്നുണ്ട്. ബാക്കി ഏതാണെങ്കിലും കുറച്ച് സീനാവും ട്രിഗർ ആവാൻ. പക്ഷെ ഇത് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഇല്ല ഇതിന്. ബില്ലിങ്ങാം ടു നേരെ ക്രൈഫ് ടു എഡ്ഗർ ടു നേരെ ഈസാക്ക്. ജസ്റ്റ് വളിപ്പോയടാ. ബാറ്റിൻ്റെ ഒരു അടി ജസ്റ്റ് മിസ്. എന്തായാലും 2 ഗോളിന് ലീഡുണ്ട്. എങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തണം. സോ എന്തായാലും ഇസാക്ക് ടു നേരെ വാൻഡേക്ക് ടു നേരെ ഡിലൈറ്റ് കോസ്റ്റേ ടു ഇസാക്ക്. സോ നമ്മൾ എഡ്മിൽസൺ എടുത്തിട്ടുണ്ട്. എഡ്മിൽസൺ നല്ല കളി കളിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഞാൻ കാർഡിന് ഇറക്കത്തില്ലായിരുന്നു. കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മറ്റേ എൻ്റെ അടുത്ത് ഇവനുണ്ടായിരുന്നല്ലോ, ആടായിരുന്നു, എൻ്റെ പേര് ഞാൻ മറന്നുപോയല്ലോ. നമ്മുടെ റൈക്കാർഡ് കൊണ്ടായിരുന്നു പറഞ്ഞാൽ പിന്നെ എനിക്ക് ഇറക്കാൻ മടിയൊക്കെ ആയിരുന്നു സത്യം പറഞ്ഞ. ഇവനെ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ മോനെ മാറ്റാൻ പറ്റുന്നില്ല. അജാതി പെർഫോമൻസ് ഒക്കെ തരുന്നു ഇവൻ. സ്ലാറ്റൻ പോകുന്നുണ്ട് ഗൈസ്. സ്ലാറ്റൻ വാൻഡേക്ക്. അടിച്ചാൽ മതിയായിരുന്നു, വെറുതെ ചിപ്പ് ചെയ്തു. ഇപ്പം തുടങ്ങിയ സാധനം ചിപ്പ് ചെയ്യുന്ന പരിപാടി. ക്രൈഫിനെ പൂട്ടിയടാ. ഗോളായടാ, ഗോളായി. ഗോളിന് കയറ്റി കൊണ്ടുവരാൻ നോക്കിയിട്ട് പറ്റിയില്ല സാധനം. ഇനി ക്രൂഷ്യലാടാ. ഇനി എനിക്ക് പ്രഷറാണ്. കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് ഇനി എൻ്റെ കയ്യിൽ നിന്ന് കളി പോകും. 100% ഉറപ്പാണ്. ഒരു ഗോളടിച്ചാൽ പിന്നെ എനിക്ക് പറ്റത്തില്ലടാ. എന്തായാലും നമുക്കിവിടെ ആങ്കറിങ്ങിൽ നമ്മൾ ഇവിടെ പിടിച്ചിടാം. നമ്മുടെ ഡെൽപിയറോനെ കാരണം ഇടയ്ക്ക് 2-3 ബ്ലിറ്റ്സൊക്കെ അടുപ്പിച്ച് വെക്കാം. അല്ലാണ്ട് വിയര വരട്ടെ. ഓക്കെടാ, സെറ്റ്. എന്തായാലും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം സാധനം. എങ്ങനെയൊക്കെ ലീഡൊന്ന് മെയിൻറ്റെയിൻ ചെയ്യണം. 2 ഗോളടിച്ച് തന്നാൽ ഇല്ല ഇപ്പം തന്നെ സമനില ആയേനെ. സോ നമ്മുടെ ഷെവയ്ക്ക് വെച്ചിട്ടുണ്ട് ഞാൻ. എന്തായാലും ഷെവ ഡെൽപിയറിലോ ഓഫ് സൈഡ് ആയിരുന്നത്. അല്ലടാ, എംബാപ്പ ഇവിടെ ഒരു ടാക്കിൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്. അതിൻ്റെ ഒരു റെഡ് കാർഡ് യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ട് എംബാപ്പയ്ക്ക്. ലാസ്റ്റ് ക്രൂഷ്യൽ മാച്ച് അടിച്ചു വിടറാ. കളി കഴിഞ്ഞു ഗൈസ്. അപ്പോഴത്തേക്ക് 2-1 ജയിച്ചിട്ടുണ്ട്. നമ്മുടെ ക്രൈഫ് തന്നെയാണ് മാൻ ഓഫ് ദ മാച്ച്. ക്രൈഫ് തന്നെ 2 ഗോൾ അടിച്ചു. ക്രൈഫാണ് നമ്മുടെ മുത്താണ് കേട്ടോ ക്രൈഫ്. ഇപ്പോൾ കളിക്കുന്ന കളിയിലൊക്കെ ഗോൾ അടിക്കുന്നുണ്ടോ ക്രൈഫ്. ആ കറക്റ്റ് സാധനം നല്ല SS പൊസിഷനാണ് ഇതിനെ കളിപ്പിക്കേണ്ടത്. ഡീപ്പ് പ്ലേ എന്നാലും സാധനം ട്രിഗർ ആവുള്ളൂ കേട്ടോ. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ പറഞ്ഞത്. ആദ്യം ഞാൻ സാധനത്തിന് ഇറക്കത്ത് പോലിരുന്നു സത്യം പറഞ്ഞ ക്രൈഫിനെ. ഒരു 150 പ്ലെയർ കിട്ടിയെന്നേ ഉള്ളൂ. പക്ഷേ ഇത് എവിടെ ഇറക്കണം എനിക്ക് CFL ഇറക്കിയാലും കളിക്കത്തില്ല, AMF കളിക്കത്തില്ല. പിന്നെ ഞാൻ വെറുതെ ഈ ഒരു SS ഫോർമേഷനിലിട്ട് കളിപ്പിച്ച് നോക്കിയത്. അപ്പോൾ സീന് നല്ല കളിയായിരുന്നുണ്ട് സത്യം പറയാമല്ലോ. 2 CF ഇപ്പോൾ ഓടിക്കയറിയിൽ കറക്റ്റ് ടൈം അവിടെ ക്രൈഫ് ഓടിക്കയറും ഗോൾ അടിക്കുക. അത്യാവശ്യം നല്ല ഫിനിഷിംഗ് ഉണ്ട്. ആക്സലേഷൻ 101 കാണിച്ചു തരാം എന്തായാലും.
നല്ല രീതിക്ക് പെർഫോമൻസ് ആണ് സത്യം പറയാം. എന്നാലും നമുക്ക് 1327 എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ടാർഗറ്റ് ആയിരുന്നു, എന്തായാലും എത്തിയിട്ടുണ്ട്. സോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ടില്ല ക്രൈഫിന് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഡീപ്പ് പ്ലേയിങ് ആണ്. 141 മാച്ച്, അതിൽ ഏകദേശം 51 ഗോൾ 34 അസിസ്റ്റ്. പിന്നെ കണ്ടോ അത്യാവശ്യം നല്ല ഫിനിഷിങ് ഉണ്ട്. കണ്ടോ 96 ഫിനിഷിംഗ് ഉണ്ട്, ആക്സലേഷൻ 101 ഉണ്ട്. എങ്ങനെ ഒരു ഓടി കയറിക്കോളും ഒരു ഗോൾ വെക്കും നമ്മുടെ റൈഫ്. എന്തായാലും സീനി കാർഡ് തന്നെ. നമ്മളവിടെ മെസ്സി പാക്കില്ല, ബിഗ് ടൈം മെസ്സിയിൽ എന്നാണ് ഇത് കിട്ടിയപ്പോൾ എനിക്ക് ആദ്യം സങ്കടമൊക്കെ ഉണ്ടായിരുന്നു മെസ്സിനെ കിട്ടാത്ത കാരണം. സത്യം പറയാമല്ലോ, ഇപ്പം എനിക്കിതിനെ ഒരു വെറുത്ത് കാർഡെന്ന് തന്നെ പറയാൻ പറ്റും. എന്തായാലും നമുക്കിവിടെ ഇസാക്കിനെ മാറ്റിയിട്ട് നമ്മുടെ അണ്ണനെ ഇറക്കണം. എന്തായാലും 1500 കോയിൻ ഇതായിട്ടുണ്ട്. എന്തായാലും നമുക്ക് കോയിൻ സെറ്റ് ആക്കണം. 2000 എത്തിച്ചിട്ട് അണ്ണനെ എടുക്കണം. പറ്റുവാണെങ്കിൽ ഫ്രാൻസ് ബാക്ക് എടുക്കണമെന്ന് കൊണ്ടുവരാം. എന്നാലും നമുക്ക് നോക്കി വെക്കാം. സോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്രയൊക്കെ തന്നെ ഉള്ള നമുക്ക് ഒരു മാച്ച് കളിച്ച് നോക്കണമെന്ന് ഡിവിഷൻ റാങ്ക് പുഷ് നമ്മൾ ഉദ്ദേശിച്ചത്. സോ എന്തായാലും നമുക്ക് നല്ല രീതിക്ക് 2 മാച്ചും പോയി 2 എന്തായാലും വിന്ന് തന്നെ കിട്ടിയിരിക്കുന്നത്. സോ ഇതൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോക്കുള്ളൂ. സോ നമുക്കൊന്ന് വൈൻഡപ്പ് ആക്കാൻ നോക്കാം. സോ നമ്മുടെ ചാനലിൽ ഫസ്റ്റ് ടൈം കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കൊക്കെ ചെയ്യുക. ഓക്കെ ഗൈസ്, നമ്മളിതുപോലത്തെ കണ്ടൻറ്റ് വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും, നമ്മൾ ലൈവ് ഇടാറുണ്ട്. സോ മാക്സിമം എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യുക. സോ നമുക്ക് ഇന്നത്തേക്കൊന്ന് വൈൻഡപ്പ് ചെയ്യടാ. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഗുഡ് ബൈ.